നമസ്കാരം. എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററായ പൗരബോധമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ചാപ്റ്ററാണ്, എന്നാൽ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കാതെ നിങ്ങൾ അതൊക്കെ കാണുക. അറിയാലോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇനി വരുന്ന എക്സാംസിനും കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പോവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ പറയുന്ന പൗരബോധം, അതായത് നമുക്കറിയാം ആരായിരുന്നു പൗരൻ. ഒരു രാജ്യത്ത് സ്ഥിരമായി വസിക്കുന്ന ഒരു വ്യക്തിയാണ് പൗരൻ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് സ്ഥിരമായി വസിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ പൗരൻ എന്ന് പറയുന്നത്. ഇനി അത് സിമ്പിളായിട്ടാണ് പൗരൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് സ്ഥിരമായി വസിക്കുന്ന വ്യക്തിയെ പൗരൻ എന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാം. ഇനി എന്താണ് പൗരബോധം? അതായത് ആ രാജ്യത്തോട് അല്ലെങ്കിൽ ആൾക്കാരോട് ചെയ്യുന്ന ഒരു കടപ്പാടിനെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്താഗതിയാണ് പൗരബോധം എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കല്ലേൽ പൊക്കുടൻ. നമ്മൾ കേട്ടിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥ ചോദിച്ചിട്ടുണ്ട്. കണ്ടൽക്കാടുകൾക്കുള്ളിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. അതായത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. അദ്ദേഹം എന്ത് ചെയ്തു? 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ പറയുന്ന കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി സ്വജീവിതം നീക്കിവെച്ചു. നമുക്കറിയാം, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത് കണ്ണൂരാണ്. അവിടെ ജനിച്ചൊരു വ്യക്തിയാണ് ഈ കല്ലേൽ പൊക്കുടൻ. അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി സ്വജീവിതം നീക്കിവെച്ചു. അദ്ദേഹം ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിച്ചു. അങ്ങനെ സമൂഹത്തിന്റെ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായ വ്യക്തിയാണ് ആര്? കല്ലേൽ പൊക്കുടൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, കണ്ടൽക്കാടുകൾക്കുള്ളിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ എഴുതിയ വ്യക്തി ആരാണ്? കല്ലേൽ പൊക്കുടനാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ പറയുന്ന പാരിസ്ഥിതിക അവബോധം എന്ത് ചെയ്തു? നാട്ടിൽ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം ഉത്തമ മാതൃകയായി, അല്ലെങ്കിൽ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായ ഒരു വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് നോക്കാം, ഇതുപോലൊരു വ്യക്തിയാണ് ഹജ്ജബ്ബ. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോസ് എഴുതാൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഹജ്ജബ്ബ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മംഗലാപുരത്തിനടുത്ത്, കർണാടകയിൽ മംഗലാപുരത്തിനടുത്ത് ന്യൂ പതപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകി വരുന്ന ഒരു വ്യക്തിയാണ് ഹജ്ജബ്ബ. അദ്ദേഹവും ഇതുപോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. നിരക്ഷരനായിരുന്നു. അദ്ദേഹം തനിക്ക് ലഭിക്കാതെ പോയ ഈ വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങൾ ഈ പറയുന്ന കുട്ടികൾക്ക് ലഭിക്കാനായി എന്ത് ചെയ്തു? പഞ്ചായത്ത് സ്കൂൾ ആരംഭിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകി പോകുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹജ്ജബ്ബ. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നോക്കാം, പൗരൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക സമൂഹത്തിലെ ഓരോ അംഗത്തെയും നമുക്ക് എന്ത് വിളിക്കാം? പൗരൻ എന്ന് വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓരോ പൗരനും വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ താല്പര്യങ്ങളാണ് പൗരന്റെ താല്പര്യങ്ങൾ എന്ന തിരിച്ചറിവാണ് എന്താ? പൗരബോധം. അതായത് ഒരിക്കലും നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങരുത്, സമൂഹത്തിന് വേണ്ടി കൂടെ പ്രവർത്തിക്കണം. അതാണ് ഈ പറയുന്ന പൗരബോധം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരന്റേതും എന്നുള്ള തിരിച്ചറിവാണ് എന്ത്? പൗരബോധം. അതായത് എല്ലാവരും അവനവന്റെ കാര്യം മാത്രം നോക്കിയാൽ എന്ത് സംഭവിക്കും? സമൂഹത്തിൽ ഒരു ഉന്നമനം ഇല്ലാതെ വരും, മറ്റുള്ള ആൾക്കാരെ ആരും സഹായിക്കാതെ വരും. അതിൽ നിന്നൊക്കെയുള്ള മാറ്റം വരാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പൗരബോധത്തിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരന്റേതും എന്നുള്ള തിരിച്ചറിവിനെയാണ് എന്ത് പറയുന്നത്? പൗരബോധം എന്ന് പറയുന്നത്. ഇനി പൗരബോധം രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കുടുംബത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു പൗരബോധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, സംഘടനകൾ, രാഷ്ട്രീയ വ്യവസ്ഥ, ഇവയൊക്കെ പൗരബോധം രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? കുടുംബം, വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, സംഘടനകൾ, രാഷ്ട്രീയ വ്യവസ്ഥ. നമുക്ക് നോക്കാം, എന്തായിരുന്നു കുടുംബം? മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും പഠിപ്പിക്കുന്ന പ്രാഥമിക സ്ഥാപനം എന്താണ്? കുടുംബമാണ്. നമുക്കറിയാം, കുടുംബത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതായത് മുതിർന്നവരെ ബഹുമാനിക്കാനും സാമൂഹിക സേവനത്തിൽ ഏർപ്പെടാനും പഠിപ്പിക്കുന്ന പ്രാഥമിക സ്ഥാപനമാണ് ഇത്? കുടുംബം. അതായത് കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും കുടുംബത്തിനുള്ളതാണെന്നും കുടുംബം സമൂഹത്തിനുള്ളതാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് ഈ പറയുന്ന കുട്ടികളിൽ എന്ത് ചെയ്യുന്നു? പൗരബോധം ഉയർത്തുന്നു.
അതിനുശേഷമാണ് കുട്ടികൾ വിദ്യാഭ്യാസം പോകുന്നത്. അതായത് വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു? വിവിധ വിഷയങ്ങളിലെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ എന്ത് ചെയ്യുന്നു? സമൂഹത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തരാക്കുന്നത് എന്താണ്? ഈ പറയുന്ന വിദ്യാഭ്യാസമാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു മുതിർന്നവരെ ബഹുമാനിക്കാനും അതുപോലെ സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും പഠിപ്പിക്കുന്ന പ്രാഥമിക സ്ഥാപനം ഏതാണ്? കുടുംബമാണ്. അതുപോലെ വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. അടുത്ത് നോക്കാം. അതുപോലെ മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വ ഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്ര അവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതും ഈ പറയുന്ന വിദ്യാഭ്യാസമാണ്. അതായത് മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വ ഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്ര അവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ്. ഇനി സംഘടനകളുടെ പ്രത്യേകത എന്തായിരുന്നു? നമുക്കറിയാം പല പല സംഘടനകളുണ്ട്. ഇവയ്ക്ക് എന്താ ചെയ്യുന്നത്? സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നത് സംഘടനകളാണ്. എന്തായിരുന്നു? സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? സംഘടനകൾ. നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളുണ്ട്, അതുപോലെ സാമൂഹിക സേവനം ചെയ്യുന്ന സംഘടനകളുണ്ട്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ ഓരോ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. അടുത്ത് നോക്കാം, ജനാധിപത്യം. അതായത് പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? ജനാധിപത്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? ജനാധിപത്യമാണ്. ഇനി ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ എന്താണ്? ധാർമ്മികതയാണ്. ധാർമ്മികതയാണ് ഈ പൗരബോധം വളർത്തിയെടുക്കാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ എന്താണ്? ധാർമ്മികതയാണ്. എന്താണ് ധാർമ്മികത? അതായത് നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്തോടെ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ധാർമ്മികത. അതായത് നമ്മൾ കേൾക്കുന്ന കാര്യം അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? അവയിൽ നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്തോടെ നിർവഹിക്കുകയും ചെയ്യുന്നതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ധാർമ്മികതയെക്കുറിച്ച് ഗാന്ധിജിയുടെ കൺസെപ്റ്റ് എന്തായിരുന്നു നോക്കാം. അതായത് ഈ പറയുന്ന ഈ ധാർമ്മികത ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണ് ഗാന്ധിജി പറയുന്നത്. അതായത് ആദർശമില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത സന്തോഷം. ഇതൊക്കെ എന്താ? അപകടകരമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അധ്വാനമില്ലാത്ത സമ്പത്ത് അപകടകരമാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നൊക്കെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഇത് കോളത്തിൽ കിടക്കുന്നതാണ്. ഈ പറയുന്ന പോലെ കോളത്തിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ആദർശമില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത സന്തോഷം. ഇവയൊക്കെ എന്താണ്? അത്യന്തികം അപകടകരമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 10ാമത്തെ ചാപ്റ്ററിൽ, അതായത് പൗരബോധം എന്ന ചാപ്റ്റർ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. ബാക്കി ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഇതിനെപ്പറ്റി തന്നെ പിന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് തന്നെ വായിച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.